നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരം നിയോജക മണ്ഡലം ഇത്തവണ BJP ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലം. ഏറെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ BJP മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു മഞ്ചേശ്വരം നിയോജക മണ്ഡലം. പക്ഷേ ഇന്നലെ വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എല്ലാം തകിടം മറിഞ്ഞ ഒരവസ്ഥയായിരുന്നു. 15,000-ൽ താഴെ വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ UDF വിജയം പ്രതീക്ഷിച്ചിരുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിലെ AKM അഷ്റഫിന്റെ രണ്ടാം ജയമാണ് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. അതും 29,252 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തകർപ്പൻ വിജയം തന്നെയാണ് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP ക്യാമ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് അവിടെ UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വീണ്ടും നിയമസഭയിലെത്തുന്ന AKM അഷ്റഫ് രണ്ടാം തവണയും തോൽപ്പിച്ചത് BJP സംസ്ഥാന മുൻ അധ്യക്ഷനായ K. സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് 96,948 വോട്ട് നേടിയപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുരേന്ദ്രൻ നേടിയത് 67,696 വോട്ടുകളാണ്. 21,212 വോട്ടുകളാണ് അവിടെ LDFിലെ KR ജയാനന്ദ നേടിയിരിക്കുന്നത്. ഇത്തവണ 455 വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നോട്ടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിലും AKM അഷ്റഫ് അന്ന് ആ മണ്ഡലത്തിൽ നിന്ന് നേടിയത് ഏകദേശം 65,758 വോട്ടുകളാണ്. അന്ന് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് 65,013 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അന്ന് ഏകദേശം 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു AKM അഷ്റഫിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയം. അന്ന് അവിടെ CPMലെ VV രമേശനാണ് മത്സരിച്ചിരുന്നത്. VV രമേശിന് കിട്ടിയത് 40,639 വോട്ടുകളായിരുന്നു. 2016 നോക്കുകയാണെങ്കിൽ അന്ന് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖാണ് ജയിച്ചത്. അന്നും K. സുരേന്ദ്രൻ തന്നെയാണ് അവിടെ BJP സ്ഥാനാർത്ഥി. അന്ന് 89 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് K. സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. അന്ന് PB അബ്ദുൾ റസാഖിന് ലഭിച്ച വോട്ടുകൾ 56,870 വോട്ടുകളാണ്. BJPയിലെ K. സുരേന്ദ്രൻ ലഭിച്ചത് 56,781 വോട്ടുകളാണ്. അതായത് വളരെ ചെറിയ ഒരു നേർത്ത വ്യത്യാസത്തിലാണ് അന്ന് UDF അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറിയത്. CPMലെ CH കുഞ്ഞമ്പു ആയിരുന്നു അന്ന് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 42,565 വോട്ടുകളാണ് അന്ന് CPMലെ CH കുഞ്ഞമ്പു നേടിയത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K. സുരേന്ദ്രനെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി കിട്ടിയത് 2,683 വോട്ടുകൾ മാത്രമാണ്. 2021 മത്സരിച്ച K. സുരേന്ദ്രനെ 65,013 വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ 67,696 വോട്ടുകളാണ് നേടാനായത്. അതായത് കുറച്ച് 2,683 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് 5 വർഷം കഴിയുമ്പോൾ K. സുരേന്ദ്രന് വീണ്ടും തൻ്റെ മണ്ഡലത്തിൽ നേടാനായത്. BJP സംസ്ഥാന നേതൃത്വം വിജയം ഏറെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. അതിനാൽ ഇതേ മണ്ഡലത്തിൽ 4ാം തവണയും K. സുരേന്ദ്രന് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണ ജയിക്കുമെന്ന് തന്നെയായിരുന്നു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മുൻ തവണത്തേക്കാൾ വൻതോതിൽ വോട്ടുകൾ നേടാനായില്ല എന്നതിൻ്റെ നിരാശ പാർട്ടി നേതൃത്വത്തിനുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് ഒരു റൗണ്ടിൽ പോലും മുസ്ലിം ലീഗിലെ AKM അഷ്റഫ് പിന്നിലായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മീഞ്ച, വോർക്കാടി എന്നിവിടങ്ങളിൽ നിന്നും LDFന് കിട്ടേണ്ട ഏറെ വോട്ടുകളും KR ജയാനന്ദയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് BJPക്ക് പല മേഖലകളിലും പ്രതീക്ഷിച്ച വോട്ട് ഇത്തവണയും നേടാനായിട്ട് സാധിച്ചില്ല.